എങ്ങനെയെല്ലാം ടീമിന് ക്ലാരിറ്റി കൊടുക്കാം? ഓക്കെ. ടീമിന് ക്ലാരിറ്റി കൊടുക്കണേ, ഞാൻ ആദ്യം പറഞ്ഞു നമുക്ക് ആവശ്യത്തിന് പ്രോഫിറ്റ് വേണം. കാരണം അവിടെ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. നമ്മുടെ സമയം ആയിക്കോട്ടെ, ആരുടെ സമയമാണെങ്കിലും അതൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. സ്വാഭാവികമായിട്ടും നമ്മുടെ ടൈമിന് നമ്മൾ ആ ഒരു വാല്യൂ കാണാത്തതുകൊണ്ട് നമ്മൾ അതിനെ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് കണക്കാക്കാറില്ല. പക്ഷേ ഇമാജിൻ നമുക്ക് പകരമാണ് ഒരു കോർപ്പറേറ്റ് ട്രെയിനറെ കൊണ്ടുവരുന്നു. അവിടെ നമ്മൾ അതിന് കാശ് കൊടുക്കണം അല്ലേ? ഇത്തരത്തിലുള്ള ട്രെയിനിങ് പ്രോഗ്രാംസ് അറേഞ്ച് ചെയ്ത് അവരെ ഒരു കോമൺ ഗോളിലോട്ട് എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. വേറെ മാർഗ്ഗങ്ങളൊന്നും തന്നെ ഇല്ല. അവരെ മോൾഡ് ചെയ്ത് നമ്മളൊരു സിസ്റ്റത്തിലോട്ട് കൊണ്ടുവരിക. അവരെപ്പോഴാണോ ഇപ്പോൾ ഒരു ട്രെയിൻ പോലെ ഇത് പോവുകയാണ്, ഒന്ന് പാളം തെറ്റിക്കഴിഞ്ഞാൽ സ്പീഡ് കുറഞ്ഞു. അത് നമ്മൾ കറക്റ്റ് ചെയ്തിട്ടില്ലേ അടുത്തവും പാളം തെറ്റാൻ സാധ്യതയുണ്ട് അല്ലേ? അത് കറക്റ്റ് ചെയ്യണം. ഈ പീരീഡാണ് നമ്മൾ ശരിക്ക് നന്നായിട്ട് പണിയെടുക്കണം എന്ന് പറയുന്നത്. സ്ട്രഗിൾ ചെയ്യും, കഴുതയെ പോലെ പണിയെടുക്കണം എന്ന് പറയുക. അത് ഇത് പ്രോപ്പറായിട്ട് അലൈൻഡ് ആയിട്ട് പോയി തുടങ്ങി ഇത് കറക്റ്റ് ചെയ്യാൻ മറ്റുള്ള ആളുകൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് അടുത്ത ജോബിലോട്ട് പോകാം. നമുക്ക് വിശ്രമമൊന്നുമില്ല. അടുത്ത ജോബിലോട്ടും പുതിയ ടീംസിലോട്ടും പുതിയ എക്സ്പാൻഷനിലോട്ടും ഈ ബിസിനസ് ഇപ്പോൾ ഇവിടെ ചെയ്യുന്നതിന് പകരം ഞാനിതൊരു എക്സ്പോർട്ടിങ് ചെയ്ത് കഴിഞ്ഞാൽ ലാഭമുണ്ടോ, അല്ലെങ്കിൽ ഇന്ന രാജ്യത്തോട്ട് കയറി കഴിഞ്ഞാൽ ലാഭമുണ്ടോ, ഇതൊക്കെയാണ് അപ്പോൾ നമ്മൾ അവിടെ ചിന്തിക്കേണ്ടത്. എങ്ങനെയൊക്കെ നമുക്ക് അവിടെ അത് പ്രോഫിറ്റബിൾ ആക്കാം. നമുക്ക് പ്രോഫിറ്റബിൾ ആക്കാന്ന് പറയുമ്പോൾ നമുക്ക് പ്രൈസ് കൂട്ടണമെന്നൊന്നുമില്ല. പ്രൈസ് കൂട്ടണം എന്നില്ല, പ്രോഫിറ്റ് കൂട്ടണം എന്ന് ഞാൻ പറഞ്ഞത്. ഓപ്പറേഷണൽ എഫിഷ്യൻസി കൂട്ടി അവിടെ കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും നമുക്ക്. ഇപ്പോൾ നമ്മുടെ PC മുസ്തഫ പുള്ളിക്കാരൻ ദോശ ഇതുപോലുള്ള സാധനങ്ങൾ, ഇഡ്ഡലി മാവ് ഇതൊക്കെയാണ് ചെയ്യുന്നത്. പ്രൈസ് കൂടുതലൊന്നുമല്ല, പക്ഷേ ഓപ്പറേഷണൽ എഫിഷ്യൻസി അവിടെ കൊണ്ടുവന്നു. ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റ് വന്നു, മെഷീൻസ് വന്നു. ഇത് ഒരാൾക്ക് കൈകൊണ്ട് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ലാഭം അവിടെ അവർ കൊണ്ടുവന്നപ്പോൾ അവർക്ക് അവിടെ ലാഭം കൂടി എന്നുള്ളതാണ്. ലാഭം വെച്ചിട്ടാണ് അവരത് റൺ ചെയ്യുന്നത്. അല്ല, ഇവിടെ ക്ലാരിറ്റി കൊടുത്തിട്ടും പിറ്റത്തെ എന്നും ഒരു സ്ഥലത്ത് നിന്ന് നിൽക്കാൻ ഒരു ഓണർക്ക് കഴിഞ്ഞോളന്നില്ല. പിന്നെ ചെല്ലുമ്പോഴും അതേപോലെ തന്നെ കാണുന്നു. അപ്പോൾ പെട്ടെന്ന് മനസ്സിലേക്ക് ഡസ്പ് കയറും. ഇത്രയൊക്കെ പറഞ്ഞ് എൻ്റെ സമയം ഇൻവെസ്റ്റ് ചെയ്ത് ഇവരെ കൂടെ നിന്ന് ഇതൊക്കെ ചെയ്യിച്ചിട്ടും ചെല്ലുമ്പോൾ പിന്നെയും പഴയ പോലെ കാണുന്നു. ഇത് എപ്പോഴും ഒരു ഓണർക്ക് ഉണ്ടാകുന്ന വലിയ ടെൻഷനാണ്. ഇത് ഇങ്ങനെ ഞാൻ ഇത്രയും കാര്യങ്ങൾ ചില സമയത്തൊക്കെ അവർ പ്രഷറിലേക്ക് കയറും അല്ലേ? ഒരുപാട് പ്രഷറിലേക്ക് കയറിയിട്ട് ഇങ്ങനെ പ്രഷറിലേക്ക് കയറുമ്പോൾ ആർക്കാ പ്രശ്നമുള്ളത്? ഈ ഓണർക്ക് തന്നെയാണ് പ്രശ്നം. അവൻ്റെ ശരീരത്തിന് പ്രശ്നമാണ്, അവൻ്റെ മൈൻഡിനൊക്കെ പ്രശ്നമാണ്. ഇത്തരത്തിൽ നമ്മൾ കാണുന്നതാണ് ഇതൊക്കെ. ഇങ്ങനെ ഇത്തരത്തിലൊരു സ്ട്രഗിൾ ചെയ്യുന്ന ഓണേഴ്സിനെ നമ്മൾ കാണുന്നു. അവർക്കാണെങ്കിൽ ഇതിൻ്റെ ബെനിഫിറ്റ് ഇത്തരം ആളുകളിൽ നിന്ന് കിട്ടുന്നുമില്ല. ഇവിടെയാണ് നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടത്. എന്ത് സംഭവം ഈ ഓണർക്ക് അറിയില്ല അല്ലേ? ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. ഇവരെ എങ്ങനെ ലീഡ് ചെയ്യണം എന്ന് അറിയുമായിരുന്നുവെങ്കിൽ ഇങ്ങനെ എത്ര സ്ട്രഗിളിലേക്ക് പോവില്ല. അടുത്ത ആഴ്ച ചെല്ലുമ്പോൾ അതിൻ്റെ റിസൾട്ട് കാണാൻ പറ്റും എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ എവിടെയാണ് നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാനുള്ളത്? ഇത്തരത്തിൽ അവരെ എങ്ങനെ ഓണേഴ്സിനെ എങ്ങനെ ആ ഒരു ബെനിഫിറ്റിലേക്ക് എത്തിക്കാന്നതിലേക്കാണ് കോൺട്രിബ്യൂട്ട് ചെയ്യാനുള്ളത്. നമുക്ക് ടീമിനെ നമുക്ക് ഗൈഡ് ചെയ്യാൻ പറ്റുന്നില്ല, എത്ര നോക്കിയിട്ട് ഒരു ശരിയാവുന്നില്ല എന്നുള്ള തോന്നൽ നമുക്ക് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനർത്ഥം ടീമിൻ്റെ പ്രശ്നമല്ല, നമ്മളുടെ പ്രശ്നമാണ്. ഒന്ന്, നമ്മൾ എഡ്യൂക്കേറ്റഡ് ആവുക ഒന്നാമത്തത്. രണ്ടാമത്തത് നമുക്ക് ഹെൽപ്പ് സീക്ക് ചെയ്യുക. കേപ്പബിൾ ആയിട്ടുള്ള ആളുകളുടെ ഹെൽപ്പ് സീക്ക് ചെയ്യുക എന്നുള്ളതാണ്. കാരണം നമ്മൾ കാണുമ്പോൾ നമ്മൾ ഓൾറെഡി ഒബ്ജക്റ്റഡ് ആണ്, അവിടെ തന്നെ പ്രശ്നങ്ങളൊക്കെ. അപ്പോൾ ആ മൈൻഡ് സെറ്റ് ആയിട്ടാണ് പോകുന്നത്. നമ്മളെ കണ്ട് ശീലിച്ച ആളുകളുണ്ട്, അത് നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യണം. നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുക മാത്രമല്ല, ഇനി ടീമും മാനിഫെസ്റ്റ് ചെയ്യണം. കാരണം നമ്മളെന്നും ചെന്നിട്ട് അവരോട് ഇങ്ങനെ കുരച്ചുകൊണ്ടിരിക്കുന്നു, അവർ ബോസ് ഇങ്ങനെയൊക്കെ തന്നെയാണ്, കുറച്ച് കഴിയുമ്പോൾ ഇതായിക്കോളും. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അവിടെ നമുക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പഠിച്ചെടുക്കണം, അല്ലെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് ഹെൽപ്പ് സീക്കണം. അവിടെയും നമുക്ക് എന്ത് വേണം? പ്രോഫിറ്റ് വേണം. രണ്ടാമത്തത്, ഇവരെ നമ്മൾ പഠിപ്പിച്ചെടുത്താൽ മാത്രം പോരാ, ഇവർ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ഒബ്സർവ് ചെയ്യണം. അപ്പോൾ റിവ്യൂസ് വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിരുന്നിട്ട് റിവ്യൂ ചെയ്താൽ എല്ലായിടത്തും എത്തണം എന്നില്ല. 10 പേരുണ്ട്, 20 പേരായി കഴിഞ്ഞാൽ ഡബിൾ, നമുക്ക് പിന്നെ ഒന്നിനും സമയമില്ല. അവിടെയൊക്കെയാണ് നമ്മൾ ഓട്ടോമേഷനും എഫിഷ്യൻസിയും സോഫ്റ്റ്വെയർ എഫിഷ്യൻസിയും ഒക്കെ നമ്മൾ കൊണ്ടുവരേണ്ടത്. അവിടെയും ലാഭം വേണം. എല്ലാത്തിനും നമുക്ക് ലാഭം കൊണ്ടുവരണം എന്നുള്ളതാണ്. ഈ ലാഭം ഉണ്ടാകുമ്പോഴേ നമുക്കിതൊക്കെ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ ഒരു പ്രൊഡക്റ്റ് സെല് ചെയ്യുമ്പോൾ എന്തിനാണ് നമ്മൾ ലാഭം എടുക്കുന്നത്? പല ആളുകളും ചോദിക്കും, നിങ്ങൾക്ക് കൊള്ള ലാഭമല്ലേ എന്നുള്ളതൊക്കെ. പക്ഷേ ഈ ഓപ്പറേഷണൽ എഫിഷ്യൻസി ഒക്കെ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ലാഭം വരാതെ കഴിയില്ല എന്നുള്ളതാണ്. പിന്നെ രാജ, ഒരു എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത്, ഇപ്പോൾ എപ്പോഴാണ് നമ്മൾ നമ്മുടെ ടീമിലുള്ള ആളുകളോട്
ഷൗട്ട് ചെയ്യുന്നത്. ഉം. നമ്മുടെ ഒരു മനസ്സിലാക്കിയത് ഇത് തന്നെയാണ് ശരി എന്ന് പറയാനാണ് നമ്മൾ ഷൗട്ട് ചെയ്യുന്നത്. ഉം. അല്ലേ? നമ്മളിപ്പോൾ നോക്കിയിട്ടുണ്ടോ ഗൂഗിളിൽ ഒരു ഭാഗത്തേക്ക് വഴി ചോദിച്ചാൽ കൃത്യമായി ഡയറക്റ്റ് ചെയ്യും. കാരണം അത് തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ ഷൗട്ട് ചെയ്യല്ല, നെക്സ്റ്റ് അവിടുന്ന് എങ്ങനെ പോകണം എന്നുള്ള ഡയറക്ഷനാണ് ഗൂഗിൾ തരിക. അവിടുന്ന് ഇങ്ങോട്ട് ശരിക്ക് അവിടെ ഷൗട്ടിങ് നടക്കുന്നില്ല. ഞാൻ എപ്പോഴും വിചാരിക്കാറ്, നമ്മൾ എപ്പോഴെങ്കിലും ടീമിനോട് ഷൗട്ട് ചെയ്തു എന്നാൽ നമുക്ക് എങ്ങോട്ടാണ് പോകേണ്ടതെന്നുള്ള ഐഡിയ ഇല്ല, എനിക്ക് എങ്ങോട്ടാണ് പോകേണ്ടതെന്നുള്ള കൃത്യമായ ക്ലാരിറ്റി ഉണ്ടായിരുന്നുവെങ്കിൽ ഞാൻ അവരോട് ഷൗട്ട് ചെയ്യല്ല ചെയ്യുക, അവർക്ക് കൃത്യമായ ഡയറക്ഷൻസ് നൽകുക ചെയ്യുക. അപ്പം ഇത് മാത്രം ഒന്ന് ഓണേഴ്സ് ചിന്തിച്ചാൽ മതി. നമ്മൾ ഈ ടീമിനോട് എന്തെങ്കിലും ഷൗട്ട് ചെയ്യുന്നുവെങ്കിൽ അതിനർത്ഥം പ്രോബ്ലം അവിടെയല്ല, നമ്മളടുത്താണ്. നമുക്കതിൽ കൃത്യമായ ക്ലാരിറ്റി ഇല്ല. നമ്മൾ എവിടെ നിൽക്കുന്നു, എവിടേക്കാണ് പോകേണ്ടത് എന്നതിൽ ക്ലാരിറ്റി എനിക്കുണ്ടായിരുന്നുവെങ്കിൽ, മോനെ നീ അങ്ങനെ ചെയ്തതിന് പോലെ ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്ക്, ഇപ്പം ഇങ്ങനെ ചെയ്തു, ഇപ്പോൾ നീ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്ക് എന്ന് പറയേ ചെയ്യുള്ളൂ. അവിടെ ഷൗട്ടിങ്ങിൻ്റെ ഒരു രൂപം വരില്ല. ഇനി മാത്രമല്ല, ഇത് അവരോട് പറഞ്ഞ അന്ന് തന്നെ അവർ സ്വീകരിക്കുന്നൊന്നും യാതൊരു ഉറപ്പുമില്ല. മാത്രമല്ല, അത് നമ്മൾ മനസ്സിലാക്കി വെക്കണം. കാരണം അവരുടെ രീതിയിൽ പഠിച്ച ആളുകളാണ്, പല കാര്യങ്ങളും ഇംപ്ലിമെൻ്റ് ചെയ്ത് അവരുടെ അനുഭവത്തിൽ നിന്ന്. നാളെ തന്നെ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായി നാളെ മുതൽ അത് നടത്തുന്നൊന്നും നമ്മൾ വിശ്വസിക്കാൻ പാടില്ല. ഇങ്ങനെയാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് അവനെ ഇങ്ങനെ മെല്ലെ മെല്ലെ കൊണ്ടുവരുള്ളൂ. നേരത്തെ കൂടെ നിന്ന് ഇങ്ങനെ ഡയറക്റ്റ് ചെയ്യാനാണ് ഒരു ലീഡർ ശ്രമിക്കേണ്ടത്. അല്ലാതെ അവിടെ ഷൗട്ടിങ്ങും മര്യാദക്ക് ഇങ്ങനെ ചെയ്യണമെന്നും അങ്ങനെ രീതിയിൽ പറഞ്ഞാൽ ഒരു പക്ഷേ വിജയിക്കാൻ സാധ്യത കുറവാണ്.